തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിന്റെ കാലാവധി നീട്ടില്ല. നാളെ ചേരുന്ന CPM സെക്രട്ടറി യോഗം പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കും. ദേവസ്വം ബോർഡ് അംഗമായ വിളപ്പിൽ രാധാകൃഷ്ണനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയാണ്. ഏതായാലും നേരത്തെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി നീട്ടാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിയിരുന്നു. കാരണം ഈ സർക്കാരിന്റെ കാലാവധി തീരും വരെയെങ്കിലും അദ്ദേഹത്തിന് കാലാവധി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം. എന്തായാലും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയമിക്കേണ്ടി വരും സർക്കാരിന് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിജിൻ വായന്തോട് വിവരം വായിച്ചിരുന്നു. വിജിൻ, നേരത്തെ ഈ കാലാവധി നീട്ടാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. അതെന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? ഇപ്പോൾ പുതുതായി ആരെ നിയമിക്കാനാണ് ചർച്ച? നിലവിലുള്ള വിവാദങ്ങൾ അന്വേഷണത്തിലേക്ക് പശ്ചാത്തലത്തിൽ നിലവിൽ PS പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചുമതല നീട്ടി നൽകേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. CPM നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനിക്കും എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. CPIയുടെ പ്രതിനിധിയായി വിളപ്പിൻ രാധാകൃഷ്ണനെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് CPI തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CPIയുടെ പ്രതിനിധിയായി ദേവസ്വം ബോർഡ് അംഗമാവുക വിളപ്പിൻ രാധാകൃഷ്ണനായിരിക്കും. വലിയ അന്വേഷണം, സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെയുള്ളവ കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും PS പ്രശാന്തിന് തന്നെ ഒരു തവണ കൂടി നൽകാനുള്ള ഒരു തീരുമാനം ആലോചനയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് കാലാവധി നീട്ടാനുള്ള ഒരു വിജ്ഞാപനം ഇറക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത് വേണ്ട, നിലവിലുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരം നടപടികളിലേക്ക് കടന്നാൽ അത് കൂടുതൽ വിവാദങ്ങളിലേക്കാണ് പോവുക എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലാവധി നീട്ടണ്ടെന്നും പുതിയ പ്രസിഡന്റ് തീരുമാനിക്കാനുള്ള ആലോചനയിലേക്ക് CPM കടക്കുന്നത്. ചില പേരുകൾ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട്. സമ്പത്തിന്റെ ഒക്കെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നിലവിൽ SP ദീപകിന്റെ ഉൾപ്പെടെ പേരും ഉയർന്നു വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ശിശുക്ഷേമ സമിതി അധ്യക്ഷനൊക്കെ ആയിരുന്നു SP ദീപക്. CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഒപ്പം തന്നെ കോർപ്പറേഷനിലേക്ക് മേയർ സ്ഥാനാർത്ഥിയൊക്കെയായി പരിഗണിക്കും എന്ന് കേട്ടിരുന്നെങ്കിലും പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടി SP ദീപകിനെ ഇപ്പോൾ പരിഗണിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. എന്തായാലും നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. അജിൻ സർ, PS പ്രശാന്തിന്റെ കാലാവധി നീട്ടേണ്ടതില്ല എന്നാണ് തീരുമാനം. പുതിയ ദേവസ്വം ഭരണസമിതിയെ നിയമിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.